പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് 2 ഏത്തപ്പഴം കണ്ടത്. അപ്പോൾ എന്നാൽ പിന്നെ പെട്ടെന്നൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വളരെ തിന്നായിട്ടാണ് ഈ പഴംപൊരി അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോൾ. അപ്പോൾ 2 ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ഒരുപാട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ ഞാൻ മൈദാമാവ് ഒരു സൈഡിലേക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു നുള്ളുപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് അത് കലക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചായ ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചായ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിള്ളേർ വരാറായി. അപ്പോഴത്തേക്കും നമ്മുടെ ചായയും പഴംപൊരിയും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ.